അപ്പച്ചിയുടെ വയറൊക്കെ വീർത്ത് പൊട്ടാറായി. ഒരു ആഹാരം പോലും കഴിക്കാൻ ഒക്കൂല. രാത്രി എത്ര ദിവസമായി ഉറങ്ങിയിട്ടും എന്റെ വാപ്പച്ചി ഫുഡൊന്നും കഴിക്കാൻ ഒക്കണ്ട. വയറെല്ലാം വീർത്ത് പൊട്ടാറായിരിക്കും. എന്റെ വാപ്പച്ചി പച്ചന് ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല. എന്റെ ഉപ്പാനെ ഞങ്ങൾ രക്ഷപ്പെടുത്തും, അതിനായി ഞങ്ങൾ വന്നിരിക്കണത് കേട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് ആമിന എന്ന് പറയുന്ന 12 വയസ്സുകാരിയായിട്ടുള്ള ഒരു പൊന്നുമോള് തന്റെ വാപ്പാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൈകൾ കൂപ്പിയിട്ട് പറഞ്ഞത്, എന്റെ വാപ്പാനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാ. ഞാനും നിങ്ങളൊക്കെ, നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനൊരു അവസ്ഥ, നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൈ നീട്ടുന്നത് എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചാല് ആ മകളുടെ വേദന എത്രമാത്രമാണ് എന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം സങ്കടകരമായ കാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക. തിരുവനന്തപുരം പനവൂരുള്ള ഇവിടുത്തെ മഹൽ ഭാരവാഹികള്, അതുപോലെ തന്നെ ജനപ്രതിനിധികള്, ഒരു നാട് മുഴുവൻ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മാഹീൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കണേ. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചാലേ ആ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിനെ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.